നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ പ്രഭാതം ദൈവം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നുവല്ലോ. ഇന്ന് രാവിലെ ഉണരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനായി ദൈവത്തിന് നന്ദി പറയാം. ഓരോ ദിവസവും നമ്മെ ഉണർത്തുന്നത് വലിയവനായ ദൈവമാണ്. രാവിലെ ഉണർന്നെഴുന്നേറ്റ് വരുമ്പോൾ ആ ദൈവത്തെ ധ്യാനിക്കുന്നതും മഹത്വപ്പെടുത്തുന്നതും ദൈവത്തിന് നന്ദി പറയുന്നതും ഒക്കെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹകരമായ ഒരു അനുഭവമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവം നമ്മെ പരിപാലിച്ചു, നമുക്ക് ആവശ്യമുള്ളതൊക്കെ നൽകി തന്നു. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. ആ കർത്താവിന് ഇന്ന് രാവിലെയും നന്ദി പറയുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ പ്രപഞ്ചം എത്രയോ അത്ഭുതകരമായ ഒന്നാണ്. പ്രപഞ്ചത്തിൻ്റെ ഓരോ ഭാഗങ്ങളും നാം കാണുകയും അറിയുകയും ചെയ്യുമ്പോൾ ഇതെത്രയോ അത്ഭുതാവഹമാണ് എന്ന് കാണുവാൻ കഴിയും. ഈ പ്രപഞ്ചം അനന്തമാണ്. അന്തമില്ലാതെ കിടക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറിയ അംശമാണ് നാം കാണുന്നത്. അനന്തമായ പ്രപഞ്ചത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊന്നും വലിയ അറിവൊന്നും നമുക്കില്ല. ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറിയ അംശം മാത്രമേ ആകുന്നുള്ളൂ. അത് പ്രകാശവർഷങ്ങൾക്കകലെയുള്ള ഗോളങ്ങളെ സംബന്ധിച്ചോ നക്ഷത്രങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളിലുള്ളതായ വസ്തുക്കളെ സംബന്ധിച്ചോ ഒക്കെ ആകാം. ഇതെന്തൊക്കെ ആയിരുന്നാലും ഈ അറിവുകളെല്ലാം പരിമിതങ്ങളാണ്. അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ ഈ പ്രപഞ്ചം എത്രയോ അത്ഭുതകരമായ ഒന്നാണ്. എത്രയെത്ര ജീവജാലങ്ങൾ ഈ പ്രപഞ്ചത്തിൽ അധിവസിക്കുന്നു. വളരെ ചെറിയ സൂക്ഷ്മാണുക്കൾ മുതൽ ഏറ്റവും വലിപ്പമേറിയ ജന്തുക്കൾ വരെ അധിവസിക്കുന്നതായ ഭൂമി എത്രയോ കൗതുകകരവും അത്ഭുതകരവുമാണ്. ഈ കഴിഞ്ഞ ദിവസം സമുദ്രത്തിന് അടിത്തട്ടിലുള്ള ജീവജാലങ്ങളെ സംബന്ധിച്ചുള്ള മനോഹരമായ ഒരു വീഡിയോ കാണുകയുണ്ടായി. എത്രയോ അത്ഭുതകരമായ നിലയിലാണ് അതിനടിത്തട്ടിലുള്ള ജന്തുക്കളെയും ജീവജാലങ്ങളെയും കാണുവാൻ സാധിക്കുന്നത്. അത്യപൂർവമായ ജീവജാലങ്ങൾ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുണ്ട്. ഞാൻ ഐച്ഛികവിഷയമായി എടുത്ത് പഠിച്ചത് സുവോളജിയാണ്. അതുകൊണ്ട് തന്നെ ജീവലോകത്തെ സംബന്ധിച്ച് പഠിക്കുന്നതും അറിയുന്നതുമൊക്കെ വളരെ സന്തോഷകരമാണ്. ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലനുസരിച്ചാണെങ്കിൽ ലോകത്തിൽ ഇന്നേ വരെ കണ്ടെത്തിയിട്ടുള്ള ജീവജാലങ്ങളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഏതാണ്ട് 1.5 കോടി മുതൽ 2 കോടി വരെയുള്ള ജീവജാലങ്ങളെയാണ് അവർക്ക് കണ്ടെത്തുവാനും തരംതിരിക്കുവാനും സാധിച്ചിട്ടുള്ളത്. എന്നാൽ അവർ അനുമാനിക്കുന്നതനുസരിച്ച് 8 കോടി മുതൽ 10 കോടി വരെയുള്ളതായ ജീവജാലങ്ങൾ ഭൂമിയിൽ ഉണ്ടാകാം എന്നാണ്. അവയിൽ തന്നെ ഭൂരിഭാഗവും ഷഡ്പദങ്ങളായിട്ടുള്ളവയോ അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തവയോ അതുമല്ലെങ്കിൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുള്ളവയോ ഒക്കെ ആകാം എന്നവർ അനുമാനിക്കുന്നു. പ്രിയമുള്ളവരെ, എത്രയോ അത്ഭുതാവഹമായി ദൈവം ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ചിരിക്കുന്നു. 104 സങ്കീർത്തനം നാം വായിക്കുമ്പോൾ സങ്കീർത്തനകർത്താവ് ഈ പ്രപഞ്ചത്തെ നോക്കിക്കൊണ്ട് അതിലുള്ള സകല ജീവജാലങ്ങളെയും നോക്കിക്കൊണ്ട് വളരെയധികം കാര്യങ്ങൾ അതിൽ പ്രസ്താവിക്കുന്നത് കാണുവാൻ സാധിക്കും. അതൊക്കെ വളരെ ചിന്തനീയമായ കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ ഓരോ ജീവജാലങ്ങളും ദൈവത്തെ നോക്കിയിരിക്കുന്നതായി താൻ പറയുകയാണ്. ആ ഓരോ ജീവികളുടെയും ഓരോ ജന്തുക്കളുടെയും ഓരോരോ ആവശ്യങ്ങൾക്കും അവർ ദൈവത്തെ നോക്കുന്നു. അവയുടെ ആഹാരം മുതൽ അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ എല്ലാ ജീവജാലങ്ങളും ദൈവത്തെ നോക്കിയിരിക്കുന്നു. 104 സങ്കീർത്തനം 27 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവയൊക്കെയും നിന്നെ കാത്തിരിക്കുന്നു. എല്ലാ ജീവജാലങ്ങളും അവ ഓരോന്നിൻ്റെയും ആഹാരത്തിനായി ദൈവത്തെ നോക്കുന്നു. അങ്ങനെ ദൈവമാണ് അവർക്കെല്ലാം ആഹാരം കൊടുക്കുന്നത് എന്ന് സങ്കീർത്തനകർത്താവ് പറയുകയാണ്. 28 വാക്യത്തിൽ അല്പം കൂടെ വ്യക്തമാക്കി താനത് എഴുതിയിരിക്കുന്നു. അതിങ്ങനെയാണ്: നീ കൊടുക്കുന്നതിനെ അവ പെറുക്കുന്നു, തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. ദൈവം കൊടുക്കുന്നതിനെ ജീവജാലങ്ങൾ പെറുക്കിയെടുക്കുന്നു. ഇന്ന് രാവിലെ നാം ഓരോരുത്തരും ഓർക്കേണ്ടുന്നതായ ഒരു വസ്തുത ഇതുതന്നെയാണ്.
ദൈവം നൽകുന്നതിനെ നാം പെറുക്കിയെടുക്കുന്നു എന്നുള്ളതല്ലാതെ ഒന്നും നമുക്ക് അവകാശപ്പെടുവാനില്ല. നാം ഒന്നും ഉണ്ടാക്കിയെടുക്കുന്നില്ല, നാം എല്ലാം പെറുക്കിയെടുക്കുകയാണ്. ദൈവം നൽകുന്നതിനെ നാം ഓരോന്നോരോന്നായി പെറുക്കിയെടുക്കുന്നു. പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നടന്നു വരുമ്പോൾ അവർക്ക് ആഹാരമായി നൽകിയ സ്വർഗീയ ഭോജ്യമായ മന്ന അവർ പെറുക്കിയെടുക്കണമായിരുന്നു. അങ്ങനെ അവരവർക്ക് ആവശ്യമുള്ളത് അവരവർ പെറുക്കിയെടുത്തിരുന്നത് പോലെ ദൈവം നമുക്ക് നൽകുന്നതിനെ നാം പെറുക്കിയെടുക്കുന്നു. ദൈവം നൽകാത്തതായിട്ടൊന്നും നമുക്കില്ല എന്ന് കാണുവാൻ സാധിക്കണം. പലപ്പോഴും നാം ചിന്തിക്കുന്നത് മറിച്ചാണ്. നമ്മുടെ അധ്വാന ഫലം കൊണ്ട് നാം ഉണ്ടാക്കിയെന്നോ നമ്മുടെ അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും ഒക്കെ നാം സമ്പാദിച്ചുവെന്നോ ഒക്കെ നാം ചിന്തിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല യാഥാർത്ഥ്യം. വലിയവനായ ദൈവം നമുക്ക് അതാത് സമയങ്ങളിൽ നൽകുന്നതിനെ നാം പെറുക്കിയെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ഈ കാലത്ത് ഒരുപാട് സമൃദ്ധി അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ടാവാം. അങ്ങനെ സമൃദ്ധിയിലേക്ക് വരുമ്പോൾ ഓർക്കേണ്ടുന്നതായ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇതെല്ലാം ദൈവം നൽകുന്ന ദാനങ്ങളാണ് എന്ന് ചിന്തിക്കുവാൻ സാധിക്കണം. ദൈവം നൽകുന്ന കരുതലുകളാണ്. അതുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ധനസമൃദ്ധി നമ്മുടേത് മാത്രമാണെന്ന് വിചാരിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുവാൻ നാം കരങ്ങൾ നീട്ടേണ്ടത് ആവശ്യമാണ്. പക്ഷേ സാധാരണയായി നമ്മിൽ കണ്ടുവരുന്ന സ്വഭാവം ഇങ്ങനെയല്ല. നാം സമ്പാദിക്കുന്നു, ധാരാളം സമ്പാദിക്കുന്നു. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം സമ്പാദ്യശീലമുള്ളവരാണ്. അവർ സമ്പാദിച്ചു കൂട്ടുകയാണ്. സ്വദേശത്തായിരുന്നാലും വിദേശത്തായിരുന്നാലും അവർ ഏറ്റവും വലിയ സമ്പാദ്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നവരാണ്. അങ്ങനെ സമ്പാദിച്ച് വളരെയധികം വസ്തുവകകളോ വലിയ മണിമാളികകളോ ഒക്കെ ഉണ്ടാക്കി സുഖലോലുപരായി കഴിയുവാൻ ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ. അനേക തലമുറകൾക്ക് സുഭിക്ഷമായി കഴിയുവാനുള്ള വസ്തുവക സമ്പാദിക്കുവാൻ ഓരോ മലയാളിയുടെയും ഹൃദയം വെമ്പൽ കൊള്ളുകയാണ്. അങ്ങനെ തലമുറകൾക്ക് വേണ്ടി വളരെ വലിയ സ്വത്തും സമ്പാദ്യങ്ങളും നാം ഒരുക്കി വെക്കുമ്പോൾ വാസ്തവത്തിൽ അത് അവരോട് ചെയ്യുന്ന വലിയൊരു ദോഷപ്രവൃത്തിയായിട്ട് മാറുന്നു. കാരണം അവർക്ക് ജോലി ചെയ്യാനുള്ള മനസ്സില്ലാത്തവരായി, ദൈവത്തെ അന്വേഷിക്കുവാനോ ദൈവത്തോട് നന്ദി പറയുവാനോ ഉള്ള യാതൊരു മനസ്സുമില്ലാത്തവരായി, കേവലം സുഖലോലുപരായി കഴിയുവാൻ അവരെ നാം ഒരുക്കുകയാണ്. എന്നാൽ മറ്റു രാജ്യങ്ങളിലൊക്കെയുള്ള വിദേശികൾ അങ്ങനെയല്ല. അവരുടെ മക്കൾ പഠിച്ചു വരുംതോറും, പ്രായമായി വരുംതോറും അവർ തനിയെ ജോലി ചെയ്യുകയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്ത് സമ്പാദിക്കുകയും ചെയ്യുവാൻ അവരെ പ്രേരിപ്പിക്കുകയാണ്. അതുകൊണ്ട് അവരൊക്കെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ അറിയുന്നു, അധ്വാനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നു, ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ശ്രമിക്കുന്നു. നമ്മുടെ തലമുറകളെ ദൈവത്തെങ്കിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം. അവർക്ക് വേണ്ടി ഒന്നും സമ്പാദിക്കേണ്ട എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ നാം സമ്പാദിക്കുമ്പോൾ ദൈവം തന്നത് നാം പെറുക്കിയെടുക്കുകയാണെന്നും അത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കണമെന്നും മറ്റുള്ളവരെ സ്നേഹത്തോടെ കരുതുവാൻ നമുക്കിടയാകണമെന്നും ഒക്കെ നമ്മുടെ തലമുറകളെ പഠിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് രാവിലെ ഈ ദൈവത്തിങ്കിലേക്ക് നമുക്ക് അടുത്തു വരാം. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ നല്ല ദാനങ്ങൾക്കായും ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ തലമുറകളെ ഒരുക്കേണ്ടതിന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകിത്തരുന്ന നന്മകൾ പെറുക്കിയെടുത്തുകൊണ്ട് ദൈവത്തോട് നന്ദിയുള്ളവരായി ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് രാവിലെ ഉണരുവാൻ ഞങ്ങളെ അനുവദിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളെ അവിടുന്ന് കാത്തു പരിപാലിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും ഞങ്ങളെ കൈവിടാതെ എല്ലാ സമയത്തും ഞങ്ങളോട് കൂടെ അവിടുന്ന് ഉള്ളതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്നിട്ടുള്ളത് പെറുക്കിയെടുക്കുവാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഞങ്ങളുടെ തലമുറകളും അത് മനസ്സിലാക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ നിന്ന് വാങ്ങുന്നത് നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുവാനും അത് മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനും ഒക്കെയുള്ള ഉപാധികളായി തീരുവാനും ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വഴിയാത്രകളിൽ അവിടുന്ന് കൂടെ ഇരുന്ന് ഞങ്ങളെ കാവൽ ചെയ്യണമേ. ഞങ്ങൾ വാഹനയാത്ര ചെയ്യുമ്പോൾ ഇടവും വലവും മുൻപും പിൻപും അവിടുന്ന് കാവൽ ചെയ്യണമേ കർത്താവേ. കുഞ്ഞുങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ കർത്താവെ അവർ സുരക്ഷിതരായി യാത്ര ചെയ്യുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
അന്യമായതൊന്നും അവരുടെ മേൽ ദൃഷ്ടി വയ്ക്കുവാനോ അവരെ സ്വാധീനിക്കുവാനോ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തരണമേ. അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും എല്ലാം ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മുഖത്ത് അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഒന്നുകൊണ്ടും പതറിപ്പോകുവാൻ അവിടുന്ന് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താലോ ക്ഷീണത്താലോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അവിടുന്ന് സൗഖ്യം നൽകി സഹായിക്കണമേ. അങ്ങനെയുള്ളവരുടെ മേൽ ഇപ്പോൾ തന്നെ അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ സൗഖ്യമാക്കുന്ന കരം തൊട്ട് തലോടി അവർക്ക് സൗഖ്യം നൽകി സഹായിച്ചാട്ടെ. ഇന്നത്തെ ദിവസം ധൈര്യത്തോടെയും സന്തോഷത്തോടെയും ജീവിപ്പാൻ ഞങ്ങളെ അനുവദിക്കണമേ കർത്താവേ. ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് സൗഖ്യം നൽകുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.